ലോക നാലാഭാഗത്തുമുള്ള ഫുട്ബോൾ ആരാധകരെല്ലാവരും ഒരുപോലെ കാത്തിരിക്കുകയാണ്. അത് 2026 വേൾഡ് കപ്പിന്റെ ആവേശത്തിലാണ് ഫുട്ബോൾ ആരാധകരെല്ലാവരും. ആ ആവേശത്തെ വർദ്ധിപ്പിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന ഫ്രണ്ട്ലി മത്സരങ്ങൾ. അത് ഓരോ ടീമുകളും അവരുടെ ടീമിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഫ്രണ്ട്ലി മത്സരങ്ങൾക്ക് വേണ്ടി കൂട്ടുകെട്ടുകയാണ്. വെറും സൗഹൃദ മത്സരങ്ങളായിരുന്നിട്ട് കൂടിയും ഓരോ സൗഹൃദ മത്സരത്തെയും ഫുട്ബോൾ ആരാധകർ കാണുന്നത് ആവേശത്തോടെ തന്നെയാണ്. കാരണം വേൾഡ് കപ്പ് വന്നെത്തിയിരിക്കും ഓരോ ടീമിന്റെയും ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ കഴിയുന്ന നിമിഷങ്ങളാണിവ. ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ഈജിപ്തും അതുപോലെ ബ്രസീലും ഏറ്റുമുട്ടിയ ആവേശകരമായ ഒരു മത്സരമാണ്. ഒരു ഭാഗത്ത് ഡോൺ കാർലോയുടെ കീഴിൽ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ചരിത്രം തീർക്കാൻ തന്നെ ബ്രസീൽ പട വരുമ്പോൾ, മറുഭാഗത്ത് ആഫ്രിക്കൻ വമ്പന്മാരായ ഈജിപ്തും തങ്ങളുടെ വീര്യം അറിയിക്കാൻ തന്നെയാണ് ഗ്രൗണ്ടിലേക്ക് ബൂട്ടുകെട്ടി ഇറങ്ങുന്നത്. ആവേശകരമായ ആ മത്സരം ബ്രസീലിന്റെ ടച്ചോടെ കളി ആരംഭിക്കുന്നു. കളി ആരംഭിച്ചതും ഇരു ടീമുകളും ശക്തമായി തന്നെയായിരുന്നു കളിച്ചുകൊണ്ടേയിരുന്നത്. മത്സരം ആരംഭിച്ച് അതിന്റെ 7-ാം മിനിറ്റിൽ തന്നെ ഈജിപ്ത് ഡിഫൻഡറിന്റെ മിസ്റ്റേക്ക് മുതലെടുത്തുകൊണ്ട് ബ്രൂണോ ഗോയിമറസ് ലക്ഷ്യം കാണുന്നു. അത് ബ്രസീൽ ആരാധകരെ ആവേശപ്പെടുത്തി മത്സരത്തിന്റെ ആദ്യ 10 മിനിറ്റുകളിലേക്ക് കടക്കുമ്പോഴേക്കും ഇതാ ബ്രസീൽ മത്സരത്തിൽ ലീഡ് ഉയർത്തിയിരിക്കുന്നു. ഓരോ ഫുട്ബോൾ ആരാധകരെയും ഒരുപോലെ ആവേശപ്പെടുത്തുന്ന, ബ്രസീൽ ആരാധകരെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു അത്. അങ്ങനെ ആവേശകരമായ ആ മത്സരത്തിൽ ഇപ്പോൾ മത്സരം 1-0 എന്ന സ്കോറിൽ ബ്രസീൽ ലീഡ് ഉയർത്തി നിൽക്കുകയാണ്. എന്നാൽ ബ്രസീൽ ആരാധകരുടെ സന്തോഷത്തിന് അധികമായുസ് ഉണ്ടായിരുന്നില്ല. മത്സരത്തിന്റെ 11-ാം മിനിറ്റിൽ ബ്രസീൽ ഡിഫൻഡറിന്റെ മിസ്റ്റേക്ക് മുതലെടുത്തുകൊണ്ട് മുസ്തഫ സീക്കോ ലക്ഷ്യം കാണുന്നു. ഈജിപ്ത് അങ്ങനെ മത്സരത്തിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. ഒരു ഗോൾ നേടി ആദ്യ മത്സരത്തിൽ ബ്രസീൽ ലീഡ് ഉയർത്തിയെങ്കിൽ പോലും ഈജിപ്തും ഗോൾ നേടിക്കൊണ്ട് മത്സരത്തെ സമനിലയിലേക്ക് തന്നെ തിരികെ എത്തിച്ചിരിക്കുന്നു. അങ്ങനെ വീണ്ടും മത്സരം ആവേശത്തോടെ 1-1 എന്ന സ്കോറിൽ സമനിലയിൽ തന്നെ മുൻപോട്ട് കുതിക്കുന്നു. ഇരു ടീമുകളും ശക്തമായി തന്നെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ബ്രസീൽ താരത്തിന്റെ ഒരു ക്രോസ് കാണാം. എന്നാൽ ഈജിപ്ത് ഗോൾ കീപ്പർ വളരെ മികച്ച രീതിയിൽ തന്നെ അത് തന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. ഇവിടെ സാക്ഷാൽ വിനീഷ്യസ് ജൂനിയർ ബോളുമായി വരുന്നു. മികച്ച റണ്ണ് നടത്തിക്കൊണ്ട് അത് റാഫിനിയയിലേക്ക് നൽകുന്നു. റാഫിനിയയുടെ മികച്ച ഒരു ഷോട്ട്. എന്നാൽ അത് ഈജിപ്ത് ഗോൾ കീപ്പർ വളരെ മികച്ച രീതിയിൽ തന്റെ കൈപ്പിടിയിൽ ഒതുക്കുകയാണ്. ഇതിലൂടെ തന്നെ ബ്രസീലിന്റെ മുന്നേറ്റ നിരയിലെ രണ്ട് ശക്തികളായ വിനീഷ്യസ് ജൂനിയറിന്റെയും റാഫിനിയയുടെയും ഒരു ബോണ്ടിംഗ് തന്നെ നമുക്ക് കാണാം. ഇത് 2026 വേൾഡ് കപ്പിൽ എതിരാളികളെ ഭയപ്പെടുത്തുന്ന ഒരു കൂട്ടുകെട്ട് തന്നെയായിരിക്കും. ഇവിടെ വീണ്ടും റാഫിന്റെ ബോളുമായി വരുന്നു. അത് ഈജിപ്ത് ഡിഫൻഡർമാരെ നിഷ്പ്രയാസം കീഴടക്കി അയാളുടെ മികച്ചൊരു ഷോട്ട്. എങ്കിലും അതും ലക്ഷ്യം കാണുന്നില്ല. ഇവിടെ വീണ്ടും ബ്രസീലിന് അനുകൂലമായി ഒരു ഓപ്പൺ ചാൻസ് ആണ് ലഭിക്കുന്നത്. എങ്കിലും അതും ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ ബ്രസീൽ താരത്തിന് കഴിയുന്നില്ല. അത് മികച്ച രീതിയിൽ തന്നെ ഈജിപ്ത് ഗോൾ കീപ്പർ അതും തടുത്തകറ്റുകയാണ്. ഇവിടെ വിങ്ങിലൂടെ വിനീഷ്യസ് ജൂനിയർ ബോളുമായി വന്ന് മികച്ചൊരു ആക്രമണം തന്നെ പോസ്റ്റിലേക്ക് അയച്ചു വിടുന്നുണ്ട്. എങ്കിൽ അതൊന്നും ലക്ഷ്യം കാണുന്നില്ല. ഇവിടെ ബ്രസീൽ താരത്തിൽ നിന്നും വളരെ അപകടകരമായ ഒരു ക്രോസ് വരുന്നുണ്ട്. അത് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ റാഫിനി മികച്ച രീതിയിൽ തന്നെ ഒരു ശ്രമം നടത്തുന്നതും നമുക്ക് കാണാം. പക്ഷെ അതും ലക്ഷ്യം കാണുന്നില്ല. ഇവിടെ റാഫിന്റെ ബോളുമായി വന്ന് ഒരു പന്ത് നൽകുന്നു. അതെത്തുന്നതാണെങ്കിലും എൻട്രിക്കിലേക്ക്. അയാൾ അത് ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് ആവേശകരമായ മത്സരത്തിൽ വീണ്ടും ഗോൾ നേടുന്നു. ഓരോ ഫുട്ബോൾ ആരാധകരെയും ഒരുപോലെ രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ഇത് ആ മത്സരത്തിൽ രണ്ടാമത്തെ ഗോൾ ബ്രസീൽ നേടിയിരിക്കുന്നു. 1-1 എന്ന സ്കോറിൽ നിന്നും 2-1 എന്ന സ്കോറിലേക്ക് ബ്രസീൽ ഇത് മത്സരത്തിൽ മുന്നേറുന്നു. അവിടം കൊണ്ട് നിർത്താത്ത ബ്രസീൽ വീണ്ടും ഒരുപാട് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ മറുഭാഗത്ത് ഈജിപ്ത്യൻ താരമായ മുഹമ്മദ് സലയുടെ മികച്ചൊരു മുന്നേറ്റം നമുക്ക് കാണാം. സലയുടെ മികച്ചൊരു ലോങ് റേഞ്ച് ഷോട്ട് തന്നെയാണ് നാം കണ്ടത്. എന്നാൽ അത് ലക്ഷ്യം കാണുന്നില്ല. വീണ്ടും ഇവിടെ മുഹമ്മദ് സലയിൽ നിന്നും ബ്രസീൽ പോസ്റ്റിലേക്ക് മികച്ചൊരു ക്രോസ് വരുന്നുണ്ട്. എന്നാൽ അതും ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ ഈജിപ്ത് സ്ട്രൈക്കർമാർക്ക് കഴിയുന്നില്ല. അങ്ങനെ ആവേശവും വാശിയും ഒരുപോലെ നിറഞ്ഞാടി ആ മത്സരം അവസാനിക്കുകയാണ്. അതെ, അങ്ങനെ ആ സൗഹൃദ മത്സരം അവസാനിക്കുമ്പോൾ 2-1 എന്ന സ്കോറിൽ മത്സരത്തിൽ വിജയിക്കുന്നത് ബ്രസീൽ തന്നെ.